7.14 definition. X എന്ന് പറയുന്നത് ഒരു മെട്രിക് സ്പേസ് ആണെങ്കിൽ ഇഫ് എക്സ് ഈസ് എ മെട്രിക് സ്പേസ് സി ഓഫ് എക്സ്, അത് സി ആണ് കേട്ടോ, സ്ക്രിപ്റ്റ് സി ഓഫ് എക്സ് വിൽ ഡിനോട്ട് ദ സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് വാല്യൂഡ് കണ്ടിന്യൂസ് ബൗണ്ടഡ് ഫങ്ഷൻസ് വിത്ത് ഡൊമൈൻ എക്സ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഒരു മെട്രിക് സ്പേസ് ആണെങ്കിൽ സി ഓഫ് എക്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് വാല്യൂഡ് കണ്ടിന്യൂസ് ബൗണ്ടഡ് ഫങ്ഷൻസ് ആയിരിക്കും വിത്ത് ഡൊമൈൻ എക്സ്. ഇനി തിയറം 4.15 നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇഫ് എഫ് ഈസ് എ കണ്ടിന്യൂസ് മാപ്പിംഗ് ഓൺ എ കോമ്പാക്റ്റ് മെട്രിക് സ്പേസ് എക്സ് ഇൻറ്റു ആർ കെ ദെൻ എഫ് ഓഫ് എക്സ് ഈസ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ദസ് എഫ് ഈസ് ബൗണ്ടഡ് എന്ന്. അപ്പോൾ ആ ഒരു തിയറം ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് പറയാം, ബൗണ്ടഡ്നെസ് അവിടെ റിഡൻഡൻ്റ് ആണ്. അതായത് ഇഫ് എക്സ് ഈസ് കോമ്പാക്റ്റ് ആണെങ്കിൽ ദസ് സി ഓഫ് എക്സ് ഈസ് കൺസിസ്റ്റ് ഓഫ് ഓൾ കോംപ്ലക്സ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ എക്സ്. എക്സിലെ എല്ലാ കോംപ്ലക്സ് കണ്ടിന്യൂസ് ഫങ്ഷൻസും കൺസിസ്റ്റ് ചെയ്തിരിക്കും. എപ്പോൾ ഇഫ് എക്സ് ഈസ് കോമ്പാക്റ്റ് ആണെങ്കിൽ. നമുക്കറിയാം എക്സ് കോമ്പാക്റ്റ് ആണെങ്കിൽ അപ്പോൾ വി അസോസിയേറ്റഡ് വിത്ത് ഈച്ച് എഫ് എലമെൻറ്റ് ഓഫ് സി ഓഫ് എക്സ് ഈസ് സുപ്രീമം നോം. അപ്പോൾ എല്ലാ എഫ് എലമെൻറ്റ് ഓഫ് സി ഓഫ് എക്സിന് അതിൻ്റെ ഒരു സുപ്രീമം നോം ഉണ്ടായിരിക്കും. അപ്പോൾ നോം എഫ് ഈക്വൽ ടു സുപ്രീമം എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് മോഡ് എഫ് ഓഫ് എക്സ്. സിൻസ് എഫ് ഈസ് അസ്യൂംഡ് ടു ബി ബൗണ്ടഡ്, എഫ് ബൗണ്ടഡ് ആണെന്നുണ്ടെങ്കിൽ നോം എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി നോം എഫ് ഈക്വൽ ടു 0 ആകുന്നത് എഫ് ഓഫ് എക്സ് 0 ആകുമ്പോൾ മാത്രമാണ്. നോം എഫ് എന്ന് പറയുന്നത് മോഡ് എഫ് ഓഫ് എക്സിൻ്റെ സുപ്രീമമാണ്. മോഡ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ എഫ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആണെങ്കിൽ നോം എഫ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഇൻഫിനിറ്റി ആയിരിക്കും. ഇനി എഫ് ഓഫ് എക്സ് 0 ആണെങ്കിൽ ഫോർ ഓൾ എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എക്സ് എഫ് ഓഫ് എക്സ് 0 ആണെന്നുണ്ടെങ്കിൽ നോം എഫ് ഈക്വൽ ടു 0 ആയിരിക്കും. And that is only if f equal to 0, if h equal to f plus g, then mod h of x less than or equal to h എന്ന് പറയുന്നത് എഫ് പ്ലസ് ജി ആയതുകൊണ്ട് തന്നെ മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് നമുക്കറിയാവുന്ന ഒരു റിസൾട്ടാണിത് അല്ലേ. എച്ച് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് മോഡ് ജി ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു നോം എഫ് പ്ലസ് നോം ജി for all x element of capital X. Then f plus g, norm f plus g less than or equal to norm f plus norm g. And we define the distance between f element of c of x and g element of c of x to be norm f minus g. അപ്പോൾ എഫ് സി ഓഫ് എക്സിൽ ഒരു എലമെൻ്റ് ആണ് എഫ് ജി എന്നുണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് നോം എഫ് മൈനസ് ജി എന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ നമുക്കൊരു മെട്രിക് സ്പേസിൻ്റെ അസ്യൂംസ് 3 ഉണ്ടായിരുന്നു. സോ അത് ഈ പറയുന്ന നോം എഫ് മൈനസ് ജി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് പറയാം, സി ഓഫ് എക്സ് ഇൻറ്റു മെട്രിക് സ്പേസ് ആണെന്നുള്ളത് നമുക്ക് പറയാം. സോ ഒരു സീക്വൻസ് എഫ് എൻ നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ എഫ് എൻ കൺവേർജസ് ടു എഫ് വിത്ത് റെസ്പെക്ട് ടു ദ മെട്രിക് സ്പേസ് ഓഫ് സി ഓഫ് എക്സ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എഫ് എൻ ടെൻസ് ടു അല്ലെങ്കിൽ എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ഓൺ എക്സ്. അപ്പോൾ ഒരു സീക്വൻസ് എഫ് എന്ന് കൺവേർജസ് ടു എഫ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ റെസ്പെക്ട് ടു ദ മെട്രിക് സ്പേസ് ഓഫ് സി ഓഫ് എക്സ് റെസ്പെക്ട് ചെയ്തിട്ട് പറയണമെന്നുണ്ടെങ്കിൽ റെസ്പെക്ട് ടു സി ഓഫ് എക്സ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കണം, എഫ് എൻ കൺവേർജസ് ടു യൂണിഫോംലി കൺവേർജസ് ടു എഫ് ഓൺ എക്സ് ആയിരിക്കണം. അപ്പോൾ നെക്സ്റ്റ് നമ്മളൊരു തിയറാണ് പറയുന്നത്, തിയറം 7.15. എ മെട്രിക് ഓൺ എബവ് തിയറം എന്നായിരിക്കും നമ്മുടെ ടെക്സ്റ്റിൽ എഴുതിയിട്ടുണ്ടായിരിക്കുക. നമ്മുടെ ടെക്സ്റ്റിലുള്ള തിയറത്തിൽ എബവ് റിലേഷനോ അങ്ങനെ എന്തോ ആണ് എഴുതിയിട്ടുണ്ടാവുക. എബവ് മെട്രിക് എന്നാണ് എഴുതിയിട്ടുണ്ടാവുക. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന മെട്രിക്സ് സി ഓഫ് എക്സ് ഡിഫൈൻഡ് ആസ് ഡി ഓഫ് എഫ് ജി ഈക്വൽ ടു നോം എഫ് മൈനസ് ജി മേക്ക് ഇറ്റ്സ് എ കംപ്ലീറ്റ് മെട്രിക് സ്പേസ് എന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. സോ നമുക്കൊരു മെട്രിക് സി ഓഫ് എക്സ് തന്നിട്ടുണ്ട്. അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഡി ഓഫ് എഫ് ജി ഈക്വൽ ടു നോം എഫ് മൈനസ് ജി മേക്സ് ഇറ്റ്സ് എ കംപ്ലീറ്റ് മെട്രിക് സ്പേസ് എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു സീക്വൻസ് എടുക്കുകയാണ്. ലെറ്റ് എഫ് എൻ ബി എ കോഷി സീക്വൻസ് ഇൻ സി ഓഫ് എക്സ്. അപ്പോൾ സി ഓഫ് എക്സിലെ ഒരു
കോഷി സീക്വൻസ് ആണ് സീക്വൻസ് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് മെട്രിക് സ്പേസ് കിട്ടണം, അല്ലെങ്കിൽ കംപ്ലീറ്റ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ എവ്രി കോഷി സീക്വൻസ് കൺവേർജസ് ഇൻ ഇറ്റ് എന്നാണ് നമുക്കറിയാവുന്നൊരു കാര്യം, റിസൾട്ട്. സോ നമ്മളിവിടെ ഒരു ആ റിസൾട്ട് ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ പ്രൂഫ് കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ ദെൻ ഫോർ ഓൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എ ക്യാപിറ്റൽ N എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ N സച്ച് ദാറ്റ് നോം FN converges to FM less than epsilon for all nm greater than or equal to n. By the theorem 7.8 തിയറം പ്രകാരം, ആ തിയറം അല്ലെങ്കിൽ നമുക്കിവിടെ പറയാം കോഷി ക്രൈറ്റീരിയൻ ദർ ഇസ് എ ഫംഗ്ഷൻ. അപ്പോൾ കോഷി ക്രൈറ്റീരിയനിൽ ദർ ഇസ് എ ഫംഗ്ഷൻ എഫ് വിത്ത് ഡൊമൈൻ എക്സ് ടു വിച്ച് സീക്വൻസ് FN കൺവേർജസ് യൂണിഫോംലി. അപ്പോൾ നമുക്ക് ഓക്കെ, അപ്പം നമ്മുടെ തിയറം 7.8 പ്രകാരമാണ് നമ്മൾ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ദർ എക്സിസ്റ്റ് എൻ എലിമെൻറ്റ് ഓഫ് എൻ സച്ച് ദാറ്റ് നോം FN കൺവേർജസ് ടു FM ലെസ് ദാൻ എപ്സിലോൺ ഫോർ ഓൾ NM ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞെടുത്തത്. ഇനി കോഷി ക്രൈറ്റീരിയനിൽ ദർ ഈസ് എ ഫംഗ്ഷൻ വിത്ത് എഫ് ഡൊമൈൻ എക്സ് ടു വിച്ച് സീക്വൻസ് FN കൺവേർജസ് യൂണിഫോംലി. അപ്പോൾ നമുക്കറിയാം മോഡ് FN ഓഫ് എക്സ് മൈനസ് FM ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം എക്സ് എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ എസ് മോഡ് FN ഓഫ് എക്സ് മൈനസ് FM ഓഫ് എക്സ്. അത് നമുക്കറിയാവുന്ന ഒരു റിസൾട്ടാണ്. സോ ഈക്വൽ ടു എന്തായിരിക്കും? നോം FN മൈനസ് FM ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും ഫോർ ഓൾ NM ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മോഡ് FN. സോ നമുക്കിനി കാണിക്കേണ്ടത് എന്താണ്? എഫ് എലമെൻറ്റ് ഓഫ് C ഓഫ് എക്സ് എന്നാണ് കാണിക്കേണ്ടത്. ആ ഒരു പെർട്ടിക്കുലർ കാര്യമാണ് നമുക്ക് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണിക്കേണ്ടത് കേട്ടോ. അപ്പോൾ സിൻസ് അതിന് വേണ്ടി നമ്മൾ എന്തെടുക്കുന്നു? FN എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് തന്നിട്ടുണ്ട്. FN എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് C ഓഫ് എക്സ് ആണ് ഫോർ ഓൾ n. ഈച്ച് FN ഈസ് കണ്ടിന്യൂസ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മുടെ ഡെഫിനിഷൻസിലൊക്കെ ഉണ്ടായിരുന്നു. സോ F ഈസ് കണ്ടിന്യൂസ് എന്ന് നമുക്ക് പറയണം. തിയറം 7.12 പ്രകാരമാണ് നമ്മളത് പറയുന്നത്. അതായത് 7.12 തിയറം എന്ന് പറയുന്നത് ഇഫ് സീക്വൻസ് F ഓഫ് N ഈസ് എ സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഫങ്ഷൻസ് ഓൺ E ആൻഡ് ഇഫ് FN converges to F uniformly on E, then F is continuous on E. അതായത് ഒരു സീക്വൻസ് F എന്ന് പറയുന്നത് ഒരു കണ്ടിന്യൂസ് ഫങ്ഷൻസിൻ്റെ ഒരു സീക്വൻസ് ആണെന്നുണ്ടെങ്കിൽ അതിൽ FN യൂണിഫോംലി കൺവേർജസ് ടു F ഓൺ E ആണെങ്കിൽ എഫും ഇയിൽ കണ്ടിന്യൂസ് ആയിരിക്കും എന്നുള്ളതാണ് ആ ഒരു തിയറം. സോ ആ ഒരു തിയറം പ്രകാരം FN എന്ന് പറയുന്നത് യൂണിഫോംലി കൺവേർജസ് ടു F ആണെന്നുള്ളത് നമുക്കറിയാം. സോ F എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആണ് എന്നുണ്ടെങ്കിൽ എഫും കണ്ടിന്യൂസ് ആയിരിക്കും. സോ സിൻസ് FN കൺവേർജസ് F യൂണിഫോംലി, അപ്പോൾ നമുക്ക് എന്തെടുക്കാം? എപ്സിലോൺ ഈക്വൽ ടു 1 എന്നെടുക്കാം. അപ്പോൾ ദർ എക്സിസ്റ്റ് n എലമെൻറ്റ് ഓഫ് n സച്ച് ദാറ്റ് മോഡ് FN ഓഫ് എക്സ് മൈനസ് F ഓഫ് എക്സ് ലെസ് ദാൻ 1 വരും. ആ മുകളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ്, മുകളിൽ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യമാണ്. അപ്പോൾ ഫോർ ഓൾ മോഡ് FN ഓഫ് എക്സ് മൈനസ് F ഓഫ് എക്സ് ലെസ് ദാൻ 1 ഫോർ ഓൾ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ഇംപ്ലൈസ് മോഡ് ഈ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ N ആയതുകൊണ്ട് തന്നെ നമ്മളത് ക്യാപിറ്റൽ Nലേക്ക് സ്വിച്ച് ചെയ്യുന്നു. സോ മോഡ് FN ഓഫ് എക്സ് മൈനസ് F ഓഫ് എക്സ് ലെസ് ദാൻ 1. നൗ നമുക്കറിയാം മോഡ് F ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് F ഓഫ് എക്സ് മൈനസ് FN ഓഫ് എക്സ് പ്ലസ് മോഡ് FN ഓഫ് എക്സ് ലെസ് ദാൻ 1 പ്ലസ് FN ഓഫ് എക്സ് ലെസ് ദാൻ 1 പ്ലസ് M എന്ന് പറഞ്ഞൊരു എന്താ പറയുക, ഒരു ലെസ് ദാൻ ഒരു റിലേഷൻ നമുക്കിവിടെ ഫോം ചെയ്തെടുക്കാൻ പറ്റും. എപ്സിലോൺ ഈക്വൽ ടു 1 ആണ്. അപ്പോൾ മോഡ് F ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് എന്തായാലും F ഓഫ് എക്സ് മൈനസ് FN ഓഫ് എക്സിനേക്കാളും ചെറുതാണെന്നുള്ളത് നമുക്ക് ഊഹിക്കാം. പ്ലസ് FN ഓഫ് എക്സ് എന്ന് പറഞ്ഞാലും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, മോഡ് F ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് F ഓഫ് എക്സ് മൈനസ് FN ഓഫ് എക്സ് പ്ലസ്
എഫ് എൻ ഓഫ് എക്സ് ലെസ് ദാൻ 1 പ്ലസ് മോഡ് എഫ് എൻ ഓഫ് എക്സ് ലെസ് ദാൻ 1 പ്ലസ് എം. അപ്പോൾ നമുക്ക് എഫ് എന്താണ്, ഒരു ബൗണ്ടഡ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. ദെർഫോർ എഫ് എന്ന് പറയുന്നത് ബൗണ്ടഡ് ആയിരിക്കും. കാരണം എന്താ, മോഡ് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ എം ആണ്. സോ എഫ് എന്ന് പറയുന്നത് സി ഓഫ് എക്സിലെ ഒരു എലമെൻ്റ് ആണ്. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എഫ് എൻ ഓഫ് എക്സ് സി ഓഫ് എക്സിലെ ഒരു എലമെൻ്റ് ആണെങ്കിൽ അതെന്തായിരിക്കും, ബൗണ്ടഡ് ആയിരിക്കും. അപ്പോൾ എഫ് എന്നും ബൗണ്ടഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എഫ് എന്താണെന്ന് തന്നെയാണ് പറയാം, ബൗണ്ടഡ് ആണെന്നുള്ളത് പറയാൻ പറ്റും. സോ എഫ് എന്ന് പറയുന്നത് എലമെൻറ്റ് ഓഫ് സി ഓഫ് എക്സ് ആണ്. ഓൾസോ സിൻസ് എഫ് എൻ കൺവേർജസ് ടു എം യൂണിഫോംലി ഓൺ എക്സ്. അപ്പോൾ ദെൻ ബൈ 7.9 തിയറം പ്രകാരം നമുക്ക് എന്ത് പറയാം, എഫ് എൻ കൺവേർജസ് ടു എം യൂണിഫോംലി ഓൺ ഇ ആണെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് എം എൻ ടെൻസ് ടു 0 ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എന്ന് പറയുന്നൊരു തിയറമാണ് 7.9 എന്ന് പറയുന്നത്. സോ ആ ഒരു തിയറം പ്രകാരം നോം എഫ് എൻ മൈനസ് എഫ് ടെൻസ് ടു 0 ആണ് ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. അത് നമുക്ക് എന്തായാലും അറിയാം. എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുന്തോറും നോം എഫ് എൻ മൈനസ് എഫ് എന്ന് പറയുന്നത് ടെൻസ് ടു 0 ആണെന്നുള്ളത് ആ ഒരു തിയറം പ്രകാരം അല്ലാതെ നമുക്ക് ലോജിക്കലി ചിന്തിച്ചാലും മനസ്സിലാവും. സോ ദെർഫോർ എഫ് എൻ converges to f with respect to the metric of c of x. Therefore c of x is completed. അപ്പോൾ ഈ സി ഓഫ് എക്സ് എന്ന് പറയുന്നതിൽ ഒരു എലമെൻ്റ് ആണ് എഫ് എന്ന് നമുക്കറിയാം. നമ്മൾ അവിടെ മെയിൻലി തെളിയിക്കേണ്ട ഒരു കാര്യം എഫ് എലമെൻറ്റ് ഓഫ് സി ഓഫ് എക്സ് എന്നായിരുന്നു. അത് നമ്മൾ അവിടെ തെളിയിച്ചു കഴിഞ്ഞു. സോ അപ്പോൾ ആ മെട്രിക് സ്പേസിൽ തന്നെ നമുക്ക് എഫ് എൻ കൺവേർജസ് ടു എഫ് എന്നുള്ളത് നമ്മളവിടെ പ്രൂവ് ചെയ്തു. അങ്ങനെ സി ഓഫ് എക്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണെന്ന് തെളിയിച്ചു നമ്മൾ. നെക്സ്റ്റ് തിയറം, നെക്സ്റ്റ് ഒരു പുതിയൊരു ഹെഡിങ് ആണ് യൂണിഫോം കൺവേർജസ് ആൻഡ് ഇൻ്റഗ്രേഷൻ. അതിലൊരു തിയറാണ് 7.16, തിയറം 7.16. ലെറ്റ് ആൽഫ ബി എ മോണോട്ടോണിക്കലി ഇൻക്രീസിങ് ഓൺ ക്ലോസ് ഇൻ്റർവെൽ എ ബി. നമുക്കറിയാം മോണോട്ടോണിക്കലി ഇൻക്രീസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്. സോ ആൽഫ എന്ന് പറയുന്നത് ഒരു മോണോട്ടോണിലി ഇൻക്രീസിങ് ആണ് വിത്ത് ദ ക്ലോസ് ഇൻ്റർവെൽ എ ബി. സപ്പോസ് എഫ് എൻ എലമെൻറ്റ് ഓഫ് ആർ ഓഫ് എ. ആർ ഓഫ് എ മീൻസ് റെയ്മാൻ ഇൻ്റഗ്രൽ എന്നാണ്. അപ്പോൾ ഈ ഒരു പ്രൂഫിൽ നമ്മളിവിടെ പറയണത് റെയ്മാൻ ഇൻ്റഗ്രൽസും അതുപോലെ തന്നെ യൂണിഫോം കൺവേർജൻസും തമ്മിലുള്ള ഒരു കണക്ഷൻ, അതിനെയാണ് നമ്മൾ ഈ ഒരു പ്രൂഫ്, ഈ ഒരു തിയറത്തിലൂടെ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് റെയ്മാൻ ഇൻ്റഗ്രൽസ് ആണ് ആർ ഓഫ് ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ എഫ് എന്ന് പറയുന്നത് ആർ ഓഫ് ആൽഫയിലെ എലമെൻ്റ് ആണ് ഓൺ ക്ലോസ് ഇൻ്റർവെൽ എ ബി ഫോർ എൻ ഈക്വൽ ടു 1, 2, 3 എക്സിട്ര. സപ്പോസ് എഫ് എൻ കൺവേർജസ് എഫ് യൂണിഫോംലി ഓൺ ക്ലോസ് ഇൻ്റർവെൽ എ ബി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തെളിയിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എഫ് എന്ന് പറയുന്നത് ആർ ഓഫ് ആൽഫയിലെ ഒരു എലമെൻ്റ് ആണ്. എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി ഓൺ ക്ലോസ് ഇൻ്റർവെൽ എ ബി ആണെങ്കിൽ എഫ് എന്ന് പറയുന്നതും ആർ ഓഫ് ആൽഫയിലെ എലമെൻ്റ് ആണെന്നും ആർ ഓഫ് ആൽഫ ഓൺ ക്ലോസ് ഇൻ്റർവെൽ എ ബി എന്നും കാണിക്കണം. അതുപോലെ തന്നെ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഡി ആൽഫ എന്നാണ് തെളിയിക്കേണ്ടത്. രണ്ട് കാര്യങ്ങളാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഈ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഡി ആൽഫ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി എഫ് എൻ ഡി ആൽഫ എന്ന് പറയുന്നതിനോട് ഈക്വൽ ആയിരിക്കും. സോ നമുക്കതിങ്ങനെ ഇൻ്റഗ്രൽസ് ഉള്ളിലേക്കെടുത്തും പുറത്തേക്കെടുത്തൊക്കെ എക്സ്ചേഞ്ച് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷനാണ്. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല, ഞാൻ ജസ്റ്റ് എഴുതിയെന്ന് മാത്രം. അപ്പോൾ നമുക്കിവിടെ അറിയാവുന്ന ഒരു കാര്യം, ഒരു കോംപ്ലക്സ് ഫങ്ഷൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. എഫ് എൻ എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ഫങ്ഷൻ ആണെന്നുള്ള രീതിയിൽ എടുക്കുകയാണെങ്കിൽ എഫ് എന്നിനെ നമുക്ക് എഫ് എൻ ഈക്വൽ ടു എഫ് എൻ 1 പ്ലസ് ഐ എഫ് എൻ 2 എന്ന് നമുക്ക് മാറ്റി എഴുതാൻ പറ്റും. അപ്പോൾ ഇതിൽ എഫ് എൻ 1 എന്ന് പറയുന്നതും എഫ് എൻ 2 എന്ന് പറയുന്നതും റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് ആണ്. സോ നമുക്ക് പ്രൂഫ് റിയൽ വാല്യൂഡ് ഫങ്ഷൻസിൽ കാണിച്ചാലും മതിയെന്ന് നമ്മൾ
നമുക്ക് റിയൽ വാല്യൂഡ് ഫംഗ്ഷനിലാണ് നമ്മൾ കാണിക്കുന്നത്. സോ നമുക്കത് പറയണം, ഇങ്ങനെ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഇതിലുള്ളത് കൊണ്ട് ഇറ്റ്സ് ഇനഫ് ടു ഗീവ് പ്രൂഫ് ഫോർ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്നുള്ളത് നമുക്ക് കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിട്ടുള്ളത്. സോ ഇനി നമ്മൾ എപ്സിലോൺ എന്ന് പറഞ്ഞൊരു നമ്പർ എടുക്കുകയാണ്. സോ ഇതിൽ എപ്സിലോൺ n വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ പുട്ട് എപ്സിലോൺ n ഈക്വൽ ടു സുപ്രീമം ഓഫ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ്. അപ്പോൾ സുപ്രീമം ആയിട്ട് മീൻസ് ഈ എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളൊരു ഗ്രാഫ് എടുക്കുമ്പോൾ ഇതിൽ വരയ്ക്കാൻ പറ്റുമോ? ഓക്കെ, നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുമ്പോൾ അതിൽ ഒരു കർവ് നമ്മളിപ്പോൾ എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞി കർവ് നമ്മൾ വരച്ച് കഴിഞ്ഞു. അതിന് തൊട്ട് മുകളിൽ വേറൊരു കർവ് ഒരു എപ്സിലോൺ അളവ് കൂട്ടി നമ്മൾ വരയ്ക്കുകയാണ്. അതാണ് എഫ് എൻ പ്ലസ് എപ്സിലോൺ എന്ന് പറയുന്നത്. സോ നമ്മളെടുത്ത എഫ് എന്ന് പറഞ്ഞ കർവിന് താഴെ നമ്മൾ വേറൊരു കർവും കൂടി വരയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അത് എഫ് മൈനസ് എപ്സിലോൺ എന്നായിരിക്കും. സോ ഈ ലൈൻസുകൾ തമ്മിൽ നമ്മൾ ഏതെങ്കിലും ഒരു പോയിൻ്റ് ഡൊമെയിനിൽ എടുത്താൽ അത് ഈ 3 ലൈനിലും അല്ലെങ്കിൽ ഈ 2 എഫ് പ്ലസ് എപ്സിലോണിലോ എഫിലോ എഫ് മൈനസ് എപ്സിലോണിലോ എന്തായാലും ആ പോയിൻറ്റ്സ്, ആ ഡൊമെയിൻ ഈ 3 കർവിലും ഉണ്ടായിരിക്കും. സോ അവ തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ എഫ് എന്നും എഫ് ഓഫ് എക്സും ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അവ തമ്മിലുള്ള ഡിസ്റ്റൻസുകളുടെ സുപ്രീമം ആണ് ഏത് എപ്സിലോൺ n ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ക്ലിയർ ആയിട്ടുണ്ടാവുമെന്നറിയില്ല. ഈ പറഞ്ഞ പോലെ ഒരു ഗ്രാഫ് വരച്ച് നോക്കിയാൽ കിട്ടും. അപ്പോൾ അതിൽ സുപ്രീമം എന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് അവിടെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നുള്ളൊരു ഇൻ്റർവെല്ലിൽ നിന്നാണ് നമ്മൾ എക്സും എടുത്തിട്ടുള്ളത്. സോ നമുക്കറിയാം മോഡ് എഫ് ഓഫ് എക്സ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കും. നമുക്കറിയാം സുപ്രീമം മോഡ് എഫ് എൻ ഓഫ് എക്സ്, നമുക്കറിയാവുന്ന റിസൾട്ടാണിത് കേട്ടോ. മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീമം മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്നുള്ളത്. ഈ സുപ്രീമം മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു എപ്സിലോൺ എന്നാണ് നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയിരുന്നു. സോ നമുക്ക് എന്ത് എഴുതാം? മോഡ് എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എൻ എന്ന് നമുക്ക് എഴുതാം. സോ നമ്മളിനി മോഡ് കളയണം. നമ്മൾ ചെയ്യാറുള്ള പോലെ തന്നെ മോഡ് കളയുന്നതിന് വേണ്ടിയിട്ട് മൈനസ് എപ്സിലോണിൻ്റെയും പ്ലസ് എപ്സിലോണിൻ്റെയും ഇടയിലായിട്ട് നമ്മൾ മാറ്റി എഴുതുന്നു, മോഡ് കളയുന്ന രീതിയിൽ എഴുതുന്നു. അപ്പോൾ മൈനസ് എപ്സിലോൺ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എൻ. അതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് നമ്മൾ കൊടുത്തു. നെക്സ്റ്റ് എഫ് എൻ ഓഫ് എക്സ് ആഡ് ചെയ്യുന്നു. നമ്മൾ എഫ് എൻ ഓഫ് എക്സിന് ആഡ് ചെയ്യുന്നു. അപ്പോൾ എഫ് എൻ ഓഫ് എക്സ് മൈനസ് എപ്സിലോൺ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് കേട്ടോ, ഞാൻ അവിടെ എഴുതാൻ മറന്നുപോയി എക്സ്. എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എൻ ഓഫ് എക്സ് പ്ലസ് എപ്സിലോൺ എൻ. ഇനി എക്സുകൾ, ഈ ഓഫ് എക്സുകളെ നമ്മൾ മാറ്റിയിട്ട് എഫ് മാത്രമായിട്ട് എഴുതുന്നു. എഫ് എൻ മൈനസ് എപ്സിലോൺ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എൻ പ്ലസ് എപ്സിലോൺ എന്നു നമ്മൾ എഴുതി. ഇനി നെക്സ്റ്റ് നമുക്കറിയാം എഫ് എന്ന് പറയുന്നത് ഇൻ്റഗ്രേറ്റബിൾ ആണ്. ഓക്കെ, ഇൻ്റഗ്രബിൾ ആണ്. സോ നമുക്ക് എഫ് എൻ കേട്ടോ. അപ്പോൾ നമുക്ക് ഷോ ചെയ്യേണ്ടത് എന്താണ്? എഫ് ഈസ് ഇൻ്റഗ്രബിൾ എന്ന് നമുക്ക് കാണിക്കണം. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് ഇൻ്റഗ്രേഷൻ കൊടുക്കുകയാണ്, അപ്ലൈ ചെയ്യാണ്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ മൈനസ് എപ്സിലോൺ എൻ ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ ലോവർ ബൗണ്ട് മൈനസ് എ, ഇൻ്റഗ്രൽ മൈനസ് എ ബി ആണ്. അതായത് ലോവർ ബൗണ്ട് ഇൻ്റഗ്രലിൻ്റെ ലോവർ ഇൻ്റഗ്രലിൽ നമ്മൾ എടുത്തു, ബൗണ്ട് അല്ല ലോവർ ഇൻ്റഗ്രലിൽ നമ്മൾ എടുത്തു. അപ്പോൾ ഇൻ്റഗ്രൽ മൈനസ് എ ബി എഫ് ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ അപ്പർ ഇൻ്റഗ്രൽ എ മൈനസ് ബി എഫ് ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ പ്ലസ് എപ്സിലോൺ എൻ ഡി ആൽഫ. അത് പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ആ എഫ് എന്ന് പറയുന്നതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ഒന്ന് സെപ്പറേറ്റ് ഇൻ്റഗ്രൽ, അതായത് സ്പ്ലിറ്റ് ചെയ്യുന്ന പോലെ അപ്പർ ഇൻ്റഗ്രലും ലോവർ ഇൻ്റഗ്രലും എടുത്ത് എഴുതിയെന്ന് മാത്രം. സോ ഇതിൽ
നമുക്കൊരു കാര്യം അറിയാം. നമ്മളൊരു വലിയൊരു ലൈൻ വരച്ചു. അതിൻ്റെ ഉള്ളിലുള്ള 2 പോയിൻറ്റ്സുകളാണ് ഈ അപ്പർ ഇൻ്റഗ്രലും ലോവർ ഇൻ്റഗ്രലും എന്ന് വിചാരിക്കുക. സോ അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, ഒരു ലൈനിലെ ഉള്ളിലുള്ള 2 പോയിൻറ്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും പുറമേയുള്ള, അതായത് എൻഡ് പോയിൻറ്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതും തമ്മിൽ നമുക്ക് പറയാമല്ലോ ഏതാണ് ഏറ്റവും വലുതെന്നുള്ളത്. എൻഡ് പോയിൻറ്റ്സുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും ഏറ്റവും വലുത്. അതായത് ഒരു ലൈൻ നമ്മൾ മനസ്സിൽ വിചാരിക്കുക. അതിൽ എൻഡ് പോയിൻറ്റ്സ് തമ്മിലുള്ള ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഉള്ളിലുള്ള ആ ലൈനിൽ ഉള്ളിലുള്ള പോയിൻറ്റ്സുകളുടെ ഡിസ്റ്റൻസിനേക്കാളും വലുതായിരിക്കും. ആ ഒരു സെയിം ഐഡിയ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ a മൈനസ് ബി എഫ് ഡി ആൽഫ മൈനസ് ഇൻ്റഗ്രൽ മൈനസ് എ ബി എഫ് ഡി ആൽഫ. അവ രണ്ടും ഉള്ളിലുള്ള പോയിൻറ്റ്സ് ആണ്. അപ്പോൾ അവയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 0യേക്കാളും വലുതുമായിരിക്കും. എന്നാൽ എൻഡ് പോയിൻറ്റുകളിലുള്ള നമ്പേഴ്സിൻ്റെ ഡിസ്റ്റൻസിനേക്കാളും ചെറുതുമായിരിക്കും. അപ്പോൾ ഈ ഇൻ്റഗ്രൽ എ മൈനസ് ബി എഫ് ഡി ആൽഫ മൈനസ് ഇൻ്റഗ്രൽ മൈനസ് എ ബി എഫ് ഡി ആൽഫ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ പ്ലസ് എക്സ് എൻ ഡി ആൽഫ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ മൈനസ് എപ്സിലോൺ എൻ ഡി ആൽഫ എന്നായിരിക്കും. ഇനി നമ്മളിതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ചെറുതാക്കി കൊണ്ടുവരുന്നു. അതായത് അതിൻ്റെ ഉള്ളിലുള്ള മാത്തമാറ്റിക്കൽ പ്രോബ്ലംസും സ്റ്റെപ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നമുക്കിവിടെ എഫ് എന്നുകളെ ഡിലീറ്റ് ചെയ്ത് അല്ലെങ്കിൽ എഫ് എന്നുകളെ മാറ്റിക്കളയാനായിട്ട് പറ്റും. സോ നമുക്കവിടെ കിട്ടുന്നത് ഇൻ്റഗ്രൽസ് കോമൺ ആയിട്ട് എടുക്കുക. അപ്പോൾ അവിടെ എഫ് ഒരു പ്ലസ് എഫും മൈനസ് എഫും വരും, എഫ് എൻസ് വരും. അപ്പോൾ അത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ നമുക്കവിടെ കിട്ടുന്നത് 2 എപ്സിലോൺ എൻ ഡി ആൽഫ എന്നായിരിക്കും അല്ലേ. ഇൻ്റഗ്രൽസ് കോമൺ ആയിട്ട് എടുക്കുമ്പോൾ അതിൽ നിന്ന് 2 എപ്സിലോൺ എന്നിന് നമുക്ക് മാറ്റാം. ബാക്കി ഡി ആൽഫയ്ക്ക് ഇൻ്റഗ്രൽ കൊടുക്കുമ്പോൾ ആൽഫ ബി മൈനസ് ആൽഫ എ എന്ന് നമുക്ക് കിട്ടും. നമുക്കറിയാം എഫ് എൻ കൺവേർജസ് ടു എഫ് യൂണിഫോംലി എന്ന്. എഫ് കൺവേർജസ് എഫ് യൂണിഫോംലി എന്ന് നമുക്കറിയാം. സോ നമുക്കറിയാവുന്നൊരു കാര്യം ഇപ്പോൾ നമ്മളിവിടെ കണ്ടുപിടിച്ചത് എന്തായിരുന്നു, എപ്സിലോൺ നമ്മൾ മുമ്പ് പഠിച്ച 7.9 തിയറം പ്രകാരം നമുക്കിവിടെ പറയാം എപ്സിലോൺ എന്ന് പറയുന്നത് എന്താണ്, ഈ എഫ് എൻ ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എക്സിൻ്റെ സുപ്രീമമാണ്. അപ്പോൾ എപ്സിലോൺ എന്ന് പറയുന്നത് എൻ ഇൻഫിനിറ്റിക്ക് പോകുന്നതിനനുസരിച്ചിട്ട് എവിടേക്ക് കൺവേർജ് ചെയ്യും, 0യിലേക്ക് കൺവേർജ് ചെയ്യും. അതായത് എഫ് എന്ന് പറയുന്ന ഒരു ലൈന് എഫിലേക്ക് കൺവേർജ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ, അവ രണ്ടും തമ്മിലുള്ള ആ 2 ലൈനുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവായിരിക്കും. അപ്പോൾ ആ ഡിസ്റ്റൻസ് ആണ് എപ്സിലോൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്നിൻ്റെ അളവ് കൂടുന്തോറും എന്താകും, ആ ഡിസ്റ്റൻസ് കുറഞ്ഞു വരും. അതായത് എപ്സിലോൺ എന്ന് പറയുന്നത് ടെൻസ് ടു 0 ആയിരിക്കും. അതാണ് മെയിൻലി നമുക്ക് പറയേണ്ട കാര്യം. അതിന് ഒരു 7.9 തിയറം പ്രകാരം പറയാമെന്നും പറയുന്നു. സോ ദെർഫോർ നമുക്ക് എന്ത് പറയാം, ഈ പറഞ്ഞ 2 എപ്സിലോൺ 0 ആയി പോവുകയാണെങ്കിൽ, 0യിലേക്ക് ടെൻഡ് ചെയ്യുകയാണെങ്കിൽ 2 എപ്സിലോൺ എൻ ആൽഫ ബി മൈനസ് ആൽഫ എന്ന് പറയുന്നതും എന്തായിരിക്കും, 0യിലേക്ക് ആയിരിക്കും. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു മൈനസ് ബി എഫ് ഡി ആൽഫ മൈനസ് ഇൻ്റഗ്രൽ മൈനസ് എ ടു ബി എഫ് ഡി ആൽഫ എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് എഫ് എലമെൻറ്റ് ഓഫ് ആർ ഓഫ് ആൽഫ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു ഇക്വേഷൻ നമ്പർ 1. ആ ഇക്വേഷൻ നമ്പർ 1 നമ്മൾ വീണ്ടും എടുത്ത് എഴുതുക. മൈനസ് എപ്സിലോൺ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓഫ് എൻ മൈനസ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എൻ. അപ്പോൾ ഇതിൽ ഇൻ്റഗ്രൽസ് നമ്മൾ അപ്ലൈ ചെയ്യാം. ഇൻ്റഗ്രൽ എ ടു ബി മൈനസ് എപ്സിലോൺ എൻ ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ മൈനസ് എഫ് ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എപ്സിലോൺ എൻ ഡി ആൽഫ. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻ്റഗ്രേഷൻ ചെയ്യുന്ന പോലെ എഴുതുക. ആദ്യത്തെ ടേമിനെ മൈനസ് എപ്സിലോണിനെ നമ്മൾ പുറത്തേക്ക് എടുത്തു, കോൺസ്റ്റൻറ്റ് ടേം പോലെ ആയതുകൊണ്ട്. ഡി ആൽഫയെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോൾ ആൽഫ ബി മൈനസ് ആൽഫ എ കിട്ടി.
ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈ രണ്ടാമത്തെ ടേമിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു. എഫ് എൻ മൈനസ് എഫ് എന്നായിരുന്നു. അപ്പോൾ അതിന് രണ്ടെണ്ണത്തിനും ഇൻ്റഗ്രേഷൻ കൊടുത്ത് എഴുതി. അത് കഴിഞ്ഞ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എൻ ആൽഫ ബി മൈനസ് ആൽഫ എ എന്ന് എഴുതി. സോ നമുക്ക് ഇപ്പം ഏത് ടേമിലാണ് മൈനസ് എപ്സിലോൺ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ലെസ് ദാൻ ഓർ എഫ് എൻ മൈനസ് എഫ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ എന്നുള്ളൊരു ടേമിലാണ് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത്. സോ നമ്മളിനി ഇതിനെ മോഡാക്കിയിട്ട് എഴുതാൻ പോവാണ്. മോഡാക്കി എഴുതാന്ന് പറഞ്ഞാൽ മൈനസ് എപ്സിലോണിനെ നമ്മൾ കളയാം. അപ്പോൾ മോഡ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഡി ആൽഫ മൈനസ് ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എപ്സിലോൺ ഇൻറ്റു ആൽഫ ബി മൈനസ് ആൽഫ എ. നമുക്കറിയാവുന്നതായിട്ട് മോഡ് കളയാൻ നമ്മൾ മൈനസ് എപ്സിലോണിനെ എടുത്തു നേരത്തെ. ഇപ്പോൾ മോഡ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മൈനസ് എപ്സിലോണിനെ നമ്മൾ കളഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇവിടെ എന്ത് വന്നു? എപ്സിലോൺ ഈക്വൽ ടു എന്നും പറഞ്ഞ് ഇപ്പുറത്ത് ബാക്കി ടേംസ് അതേപോലെ തന്നെ വന്നു. ഇനി എപ്സിലോൺ എന്ന് പറയുന്നത് സീറോയിലേക്ക് ടെൻഡ് ചെയ്യും. എപ്പോൾ എൻ ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുമ്പോൾ, എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എപ്സിലോൺ എന്ന് പറയുന്നത് സീറോയിലേക്ക് പോകും. സോ നമുക്ക് എന്ത് പറയാം? എപ്സിലോൺ സീറോയിലേക്ക് എപ്സിലോൺ എൻ ഉണ്ട്, ഞാൻ എപ്സിലോൺ മാത്രമേ എഴുതിയിട്ടുള്ളൂ കേട്ടോ, സോറി. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഡി ആൽഫ കൺവേർജസ് ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ. നമുക്ക് എഫ് എൻ കൺവേർജസ് ടു എഫ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഡി ആൽഫ കൺവേർജസ് ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ആസ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി. എൻ ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ എപ്സിലോൺ എൻ എന്ന് പറയുന്നത് സീറോയിലേക്ക് പോകും. അതിൻ്റെ അർത്ഥം എന്താണ്? അവ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞു വരുന്നു. അതായത് എഫ് എൻ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഡി ആൽഫ എന്ന് പറയുന്നത് കൺവേർജസ് ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ എന്നാവും. സോ ഈ കൺവേർജൻസിന് നമ്മളെപ്പോഴും ലിമിറ്റ് വെച്ച് എഴുതാറുണ്ടല്ലോ. സോ നമുക്ക് എന്ത് എഴുതാം? ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഡി ആൽഫ ഈക്വൽ ടു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ പ്രൂഫ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നമുക്ക് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് തന്നെയായിരുന്നു. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഡി ആൽഫ ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഡി ആൽഫ. അപ്പം നമ്മൾ ആദ്യം എഫ് എലമെൻറ്റ് ഓഫ് ആർ ഓഫ് ആൽഫ എന്നുള്ളത് കണ്ടുപിടിച്ചു. അതുപോലെ ഇൻ്റഗ്രലിൻ്റെ കാര്യം നമ്മൾ കണ്ടുപിടിച്ചു, പ്രൂവ് ചെയ്തു നമ്മൾ. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു കൊറോളറിയാണ് നമുക്കുള്ളത്. ഇഫ് എഫ് എൻ എലമെൻറ്റ് ഓഫ് ആർ ഓഫ് ആൽഫ ഓൺ ക്ലോസ് ഇൻ്റർവെൽ എ ബി ആൻഡ് ഇഫ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആണ്. ദ സീരീസ് കൺവേർജിങ് യൂണിഫോംലി ഓൺ ക്ലോസ് ഇൻ്റർവെൽ എ ബി. ഈ ഒരു സീരീസ് എന്ന് പറയുന്നത് കൺവേർജ് ചെയ്യും യൂണിഫോംലി ഓൺ ക്ലോസ് ഇൻ്റർവെൽ എ ബി. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ഡി എക്സ് ഈക്വൽ ടു സിഗ്മ എൻ ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എഫ് എൻ ഡി എക്സ് എന്ന് നമുക്ക് കാണിക്കണം. അതായത് ദ സീരീസ് ക്യാൻ ബി ഇൻ്റഗ്രേറ്റഡ് ടേം ബൈ ടേം എന്ന് നമുക്ക് കാണിക്കണം. അതാണ് ശുദ്ധമായിട്ട് എളുപ്പത്തിൽ പറഞ്ഞാൽ നമുക്ക് കാണിക്കേണ്ട സാധനം. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സീക്വൻസ് എടുക്കുകയാണ്. സീക്വൻസ് എസ് എൻ ഓഫ് എക്സ്. ഇത് സീക്വൻസ് ആണ്. പാർഷ്യൽ സം എങ്ങനെയാണ്? പാർഷ്യൽ സം ഓഫ് സിഗ്മ എഫ് എൻ ഓഫ് എക്സ്. സിൻസ് എഫ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് യൂണിഫോംലി കൺവേർജസ് ടു എഫ് ഓഫ് എക്സ് ആണെന്നുള്ളത് നമുക്ക് അറിയാം. സോ അപ്പോൾ എന്ത് പറയാം? സീക്വൻസ് എസ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നതും കൺവേർജസ് യൂണിഫോംലി ടു എഫ് ഓഫ് എക്സ് ആയിരിക്കും. കാരണം ഈ സിഗ്മ എഫ് എൻ ഓഫ് എക്സിലെ ഒരു സീക്വൻസ് ആണ് സീക്വൻസ് എസ് എൻ ഓഫ് എക്സ് എന്ന് പറയുന്നത്. സോ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ച ഈ ഒരു തിയറം പ്രകാരം, ഈ പറയുന്ന തിയറം പ്രകാരം നമുക്ക് എന്ത് എഴുതാനായിട്ട് പറ്റും? ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് ഡി ആൽഫ എന്ന് പറയുന്നത് ലിമിറ്റഡ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എസ് എൻ ഡി ആൽഫ എന്ന് എഴുതാം. അവിടെ എഫ് എൻ ആയിരുന്നു, ഇവിടെ പക്ഷേ നമ്മുടെ സീക്വൻസ് എസ് എൻ ഓഫ് എക്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് എസ് എൻ ഡി ആൽഫ എന്ന് നമ്മൾ എഴുതിയെന്ന് മാത്രം. സിഗ്മ എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ എ ടു ബി എസ് എൻ എന്ന് പറയുന്നത് സിഗ്മ എഫ് എൻ ഓഫ് എക്സിൻ്റെ ഒരു പാർഷ്യൽ സം ആണെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് എസ് എൻ ഡി ആൽഫയ്ക്ക് പകരം എന്ത് എഴുതാം? സിഗ്മ ഐ ഈക്വൽ ടു 1 ടു എൻ എഫ് ഐ ഡി ആൽഫ എന്ന് എഴുതാം. അപ്പോൾ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി സിഗ്മയെ പുറത്തേക്ക് എടുത്തു. സിഗ്മ ഐ ഈക്വൽ ടു 1 ടു എൻ ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഐ ഡി ആൽഫ എന്ന് എഴുതി.
ഇനി നമുക്ക് ലിമിറ്റിനെ കളയാം, കാരണം ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി വരെയാണ്. സിഗ്മ i ഈക്വൽ ടു 1 ടു n വരെയാണ്. സോ നമുക്കത് ക്ലബ് ചെയ്തിട്ട് എങ്ങനെ എഴുതാം? സിഗ്മ i ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റി എന്ന് എഴുതാം. അപ്പോൾ ലിമിറ്റ് പോയി അവിടെ നിന്ന്. പിന്നെ ഇൻ്റഗ്രൽ a ടു b fi d ആൽഫ അതതുപോലെ തന്നെ എടുത്ത് എഴുതി. സോ ഇൻ്റഗ്രൽ a ടു b സിഗ്മ n fn d ആൽഫ എന്ന് പറയുന്നത് സിഗ്മ n ഇൻ്റഗ്രൽ a ടു b fn d ആൽഫയ്ക്ക് ഈക്വൽ ആയിരിക്കും. അതായത് നമ്മൾ n എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലേക്ക് ടെൻഡ് ചെയ്യുന്നതുകൊണ്ട് i ഈക്വൽ ടു 1 ടു ഇൻഫിനിറ്റീനെ നമ്മൾ ഒറ്റയടിക്ക് n എന്ന് എഴുതി. സിഗ്മ n fn d ആൽഫ ഐക്ക് പകരം നമ്മൾ n എന്ന് കൊടുത്തു. അപ്പോൾ fn d ആൽഫ എന്ന് പറയുന്നത് സിഗ്മയെ പുറത്തേക്ക് എടുത്ത് എഴുതുന്നതിന് ഈക്വൽ ആണെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. ഈക്വൽ ടു സിഗ്മ n ഇൻ്റഗ്രൽ a ടു b fn d ആൽഫ എന്ന് എഴുതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ക്ലാസ്. താങ്ക് യു.